ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി എപ്പിസോഡ് റിവ്യൂ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണണേ. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. രേവതിയുടെ അമ്മയുടെ പൂക്കടയാണ് കാണിക്കുന്നത്. ദേവു അവിടെ നിന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്നത്തെ കല്യാണ ഓർഡറിന്റെ പൂക്കളെല്ലാം കൊടുത്തു എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. എന്നിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. പോകുന്ന സമയത്ത് ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല ശരത്ത്, നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇനി വീണ്ടും അവൻ ആന്റണിയുടെ കൂടെ പോവാതിരുന്നാ മതിയെന്ന് പറയുമ്പോ, ഇല്ല അമ്മേ, ഇനി ഒരിക്കലും അവൻ പോവില്ല. കാരണം അവന് ആന്റണി ആരാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിസരത്തേക്ക് പോലും പോകില്ല. അമ്മ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ദേവുവിന്റെ അടുത്ത് ഈ ആഴ്ചയല്ലേ നിനക്ക് സാലറി വരുക, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അമ്പലത്തിൽ എന്തോ വഴിപാടിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദേവു ആണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ മാസം തനിക്ക് പകുതി സാലറി അല്ലേ വരുള്ളൂ എന്നുള്ള കാര്യം. പകുതി സാലറി എന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മേ, ചെലവെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി പകുതി സാലറിയിലെ കയ്യിലുണ്ടാവുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എന്തായാലും അമ്മേ, അതൊന്നും ഞാൻ തരാം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്ക് ദേവുവിന്റെ അടുത്ത് തലയിൽ പൂ വെച്ചിട്ടൊക്കെ പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അമ്മ തന്നെ തലയിൽ പൂ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ദേവ് പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഒരു അമ്മ വരുന്നുണ്ട്. പൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് വിചാരിച്ചിട്ട് പൂ വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ്. അതിന് വേണ്ടിയിട്ടല്ല താൻ വന്നത് എന്നും, ഇപ്പൊ പോയത് നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയാണ്. അവള് കോളേജിൽ പഠിക്കണോ? അല്ലല്ല, കോളേജ് പഠിപ്പൊക്കെ കഴിഞ്ഞ് അവളിപ്പോ ഒരു ഹോസ്പിറ്റലിലെ അക്കൗണ്ട് ജോലി ചെയ്യാണ്. ഓ, നല്ല കാര്യം. ഞാൻ എപ്പോഴും അമ്പലത്തിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്, പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാകും. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ലക്ഷ്മി പറയുന്നുണ്ട്, അതെ, അവൾ നന്നായിട്ട് പഠിക്കും. ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് നല്ല മാർക്കോട് കൂടിയിട്ടാണ് അവൾ പാസ്സായിരിക്കുന്നത്. ഇത് കേട്ടിട്ട് വന്നിരിക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് സഹായവും അതുപോലെ തന്നെ അവൾ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലിക്കും പോകുന്നില്ലേ. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അധിക പേരും ഫോണും കയ്യിൽ പിടിച്ചും കൊണ്ടാണ്. എന്നാൽ നിങ്ങളുടെ മകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കയ്യിൽ ബുക്കാണ് പിടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് താൻ ശ്രദ്ധിക്കാറുണ്ട്. മര്യാദ കൊടുത്തിട്ട് തന്നെ സംസാരിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ദേവുവിന്റെ പേര് ചോദിക്കുന്നത്. പേരറിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി മാത്രമാണോ നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, വേറൊരു പെൺകുട്ടിയും കൂടിയുണ്ട്. മൂത്തത്തെ പെൺകുട്ടിയാണ്, അവളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ മൂന്നാമത് ഒരു പയ്യനാണ്, അവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മകൾക്ക് കല്യാണം വല്ലതും നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ഇല്ല. ഇപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവള് ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നോക്കണം. അത് കഴിഞ്ഞ് ആ വന്നിരിക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, ഞാനെന്താ വന്ന് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ മകളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ മകന് വേണ്ടിയിട്ട് പെണ്ണാലോചിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി ആകെ എന്തോ പോലെ ആവാണ്. ലക്ഷ്മിയുടെ ആ ഭാവമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് വന്നെന്താ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, മുന്നും പിന്നെ നോക്കാതെ എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ മകളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്റെ മകനാണെന്നുണ്ടെങ്കിൽ നല്ല പയ്യനാണ്, നല്ലൊരു ജോലിയിലുണ്ട്, ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കുന്നില്ല ഇപ്പൊ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതുകൊണ്ടല്ല, എന്റെ മകളുടെ സ്വഭാവ ഗുണം കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പെണ്ണ് ചോദിച്ചത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ എന്റെ പയ്യനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വേണ്ടി വരാം. ഞങ്ങൾ പിന്നെ ജാതി അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവിനെ കുറിച്ചൊന്നും നോക്കുന്ന ആൾക്കാരല്ല. നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി. അതിന്റെ ഇടയിൽ ഈ ജാതി മതം ഇതൊക്കെ എവിടെയാണുള്ളത്? നിങ്ങളുടെ മകളുടെ സ്വഭാവവും അതുപോലെ വളർത്തു ഗുണവും ഒക്കെ നല്ല പോലെയുണ്ട്. അത് മാത്രം മതി ഞങ്ങൾക്ക്. നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ച് എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങളും ഇപ്പോ ദേവുവിന്റെ കല്യാണത്തെ കുറിച്ചിട്ട് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന രീതിയും അതുപോലെ തന്നെ നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ടിട്ട് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലത്തെ ഒരു അമ്മായിമ്മയെ എന്റെ മകൾക്ക് കിട്ടുക എന്നുള്ളത് ഞങ്ങൾക്കുള്ള ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്പലത്തിൽ മണിയടിക്കാണ് ഇവിടെ ചെയ്യുന്നത്. അത് കാണുമ്പോൾ രണ്ടുപേരും പറയുന്നുണ്ട് നല്ല ശുഭലക്ഷണമാണ് എന്ന്. ഇതിനെക്കുറിച്ച് എന്തായാലും ഞാൻ എന്റെ മകളുടെ അടുത്തും അതുപോലെ മരുമകന്റെ അടുത്തൊക്കെ ചോദിക്കട്ടെ. അവരുടെ അഭിപ്രായം കൂടി കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി പറ്റുള്ളൂ. അത് കേട്ടിട്ട് ആ പെണ്ണുങ്ങളാണെങ്കിൽ, ശരി, നിങ്ങൾ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവര് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ രേവതിയെ വിളിക്കാനായിട്ട് ചെയ്യുന്നത്. രേവതി, അമ്പലത്തിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയും. അമ്പലമാവുന്ന സമയത്ത് അമ്മ ഒരുപാട് ആൾക്കാർ വരില്ലേ? അതല്ല രേവതി ഞാൻ ഉദ്ദേശിച്ചത്. ഒരമ്മ വന്നിട്ട് നമ്മുടെ ദേവുവിന് ഒരുപാട് ഇഷ്ടമായി, അവരുടെ മകന് വേണ്ടിയിട്ട് ദേവുവിനെ കല്യാണം ആലോചിക്കട്ടെ എന്നുള്ള കാര്യം ചോദിച്ചിട്ടാണ് വന്നത്. ഇത് കേട്ട് രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആണോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അവര് അമ്പലത്തിൽ വരുന്ന സമയത്തൊക്കെ ദേവുവിനെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് അവര് പലതവണ അമ്പലത്തിൽ വന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ എന്താണെന്നറിയില്ല, രേവതി എന്തോ നല്ലത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു തോന്നല് മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു.
അമ്മ പറയുന്നത് കേട്ടിട്ട് എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അമ്മേ അവര് ആരാണ് എന്താണെന്നുള്ള കാര്യം അറിയാതെ നമ്മൾ സമ്മതം പറയുവാണെന്നുണ്ടെങ്കിൽ വീട്ടില് പെണ്ണ് കാണാൻ വേണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാലോ. അമ്മ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഇല്ല, നിന്റെ അടുത്തും അതുപോലെ തന്നെ സച്ചിമോന്റെ അടുത്തും ചോദിച്ചതിന് ശേഷം പറയാന്നാ പറഞ്ഞത്. അമ്മേ ഞാന് പൂ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സച്ചേട്ടനെ കണ്ട് സംസാരിച്ചതിന് ശേഷം എന്താണ് ഏതാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് രേവതി ഫോൺ വെക്കുന്നത്. ദേവുവിന് ഇങ്ങോട്ട് വന്ന കല്യാണാലോചന ആയതുകൊണ്ട് തന്നെ രേവതിക്കും അതുപോലെ തന്നെ ലക്ഷ്മിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് സച്ചിയും അതുപോലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഷെഡിൽ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്ന ഉടനെ തന്നെ സച്ചി അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല പൂക്കാരി പെണ്ണ് എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? പൂവൊന്നും കൊടുക്കാൻ വേണ്ടിട്ട് പോയില്ലെന്ന് ചോദിക്കുമ്പോ അതെല്ലാം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ല ഡ്രൈവർ സാർ എന്താണ് ഇവിടെ തന്നെ ചുറ്റി കറങ്ങുന്നത്? ട്രിപ്പ് ഒന്നും പോയില്ലെന്ന് ചോദിക്കുകയാണേ. ട്രിപ്പ് വന്നാലല്ലേ പോവാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ചോദിക്കാനാണോ ഇപ്പൊ നീ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനെന്താ സ്കൂളിലെ അധ്യാപകനോ മറ്റോ ആണോ ഇൻസ്പെക്ഷന് വരാൻ വേണ്ടിയിട്ട്? അല്ല രേവതി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ വീട്ടില് വീടിപ്പോയോ വീണ്ടും എന്തെങ്കിലും പണിയൊക്കെ ഒപ്പിച്ചോ? പ്രശ്നമൊന്നുമില്ല സച്ചിയേട്ടാ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തു പറ്റി, അമ്മയ്ക്ക് ശരീരത്തിന് വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ സച്ചിയേട്ടാ ഒന്നിനെ സംസാരിക്കാൻ വേണ്ടിട്ട് അനുവദിക്ക്, എല്ലാത്തിനും കുറുക്കെ സംസാരിച്ചോളൂ. അമ്മയുടെ അടുത്ത് ഒരാള് വിവാഹാലോചനയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേവുവിന്. ആരെന്ന് ചോദിക്കുമ്പോ അമ്പലത്തില് ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണ്. ദേവുവിനെ ഒരുപാട് തവണ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചതാണ്. പയ്യനാണെങ്കിൽ നല്ല ജോലിയൊക്കെ ഉണ്ട്. ദേവുവിനെ പോലത്തെ ഒരു പെണ്ണ് അവരുടെ മരുമകളായിട്ട് വരണമെന്ന് അവരുടെ ഒരു ആഗ്രഹം. അവരാണെങ്കിൽ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഇതെന്തായാലും കൊള്ളാലോ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പണം മാത്രമാണ് നോക്കുന്നത്. എന്നാ അതിനിടയിലും ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലേ. എന്നിട്ട് നിന്റെ അമ്മ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ അമ്മ നമ്മൾ രണ്ടുപേരെടുത്തും ചോദിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ പറയാന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ കല്യാണത്തിന്റെ കാര്യം നോക്കണോ? അതെന്താ സച്ചേട്ടാ? അല്ല അവള് ചെറിയ കുട്ടിയല്ലേ, പക്ഷെ അവൾക്ക് 21 വയസ്സായില്ലേ. 21 വയസ്സായെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും കല്യാണപ്രായമായെന്നാണ് അർത്ഥം. മനസ്സാലെ കല്യാണത്തിന് ഒരുങ്ങണ്ടേ? അത് എപ്പോഴാന്നുള്ള കാര്യം കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണല്ലേ തീരുമാനിക്കേണ്ടത്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നല്ല ഇടം കിട്ടുക എന്നുള്ള കാര്യം പറയുന്നത് കഷ്ടമായിട്ടുള്ള കാര്യമല്ലേ എന്ന് കരുതിയിട്ട് ധൃതി പിടിക്കാൻ വേണ്ടി പാടുണ്ടോ? ദേവുവിനടുത്ത് നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യം അവളുടെ ഇഷ്ടമാണ് പ്രധാനം. അവൾക്ക് എന്താണ് സച്ചേട്ട അറിയുന്നത്? അവൾ ചെറിയ പെണ്ണല്ലേ. ഇത് തന്നെയാണ് രേവതി എന്റെ ചോദ്യം. ചെറിയ പെൺകുട്ടിക്ക് എന്തിനാണ് ഇപ്പൊ കല്യാണം കഴിപ്പിക്കുന്നത് എന്നാണ്. എന്ന് കരുതിയിട്ട് നമ്മൾ നോക്കിയും കണ്ടിട്ടും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അവൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് താല്പര്യമില്ലെങ്കിലോ എന്ന് സച്ചി ചോദിക്കുമ്പോ അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. എന്താ നീ പറഞ്ഞത്? അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നോ? ഒരൊറ്റൊന്ന് തന്നാലുണ്ടല്ലോ നിന്നെയും അതുപോലെ തന്നെ എന്നെയും അങ്ങനെ സംസാരിപ്പിച്ച് കട്ടായപ്പെടുത്തിയിട്ടല്ലേ കല്യാണം കഴിപ്പിച്ചു വെച്ചത്. അത് തന്നെയാണോ രേവതി നീ നിന്റെ അനിയത്തിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പൊ എനിക്ക് സച്ചിയേട്ടനെ ഇഷ്ടമല്ലായിരുന്നു. എനിക്കാണെങ്കിൽ കല്യാണത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനാണ് പറഞ്ഞ് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അതിനുശേഷം നമുക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ മുമ്പത്തെ കാര്യങ്ങളല്ലേ. എന്നാ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി തന്നെയല്ലേ ജീവിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഓരോരുത്തർ വിട്ടുകൊടുത്ത് പോകുന്നു. ഇപ്പോ എന്റെ കുടുംബത്തിനാണെങ്കിൽ നിങ്ങൾ ഒരു താങ്ങും തണലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അതുപോലത്തെ ഒരു ജീവിതം ദേവുവിനും കിട്ടണ്ടേ? എല്ലാവർക്കും രേവതി അതുപോലെ തന്നെ ആളുകളെ കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ. ദേവുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ള ഐഡിയയിലാണോ ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, അവളെ കൊണ്ട് സംസാരിപ്പിച്ച് റെഡിയാക്കുക എന്നുള്ള കാര്യം. അങ്ങനെ ആരും നിർബന്ധിക്കാൻ വേണ്ടി പാടില്ല. നിർബന്ധിക്കല്ല, ഞാൻ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരി, കല്യാണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനൊരു ചെലവില്ലേ? അത്രമാത്രം പണം ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഇപ്പൊ അവര് പെണ്ണ് കാണാൻ വേണ്ടി വരാന്നുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? അതിനുശേഷം മാത്രമല്ലേ കല്യാണ ചെലവും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുള്ളൂ. കല്യാണക്കാര്യം എന്ന് വെച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും. എന്ന് കരുതിയിട്ട് എല്ലാം പെട്ടെന്ന് നടക്കണമെന്നൊന്നുമില്ലല്ലോ. രേവതി, ഒരു ദിവസം ഉണ്ടല്ലോ ഞാന് ട്രിപ്പിന് പോകുന്ന സമയത്ത് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു. പാവം, വിശപ്പിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 20 രൂപ എടുത്തിട്ട് അന്ന് കൊടുത്തായിരുന്നു. അന്ന് അയാള് എന്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണം നടക്കും എന്നുള്ള കാര്യമാണ്. അന്ന് ഞാൻ വിചാരിച്ചു അയാൾ ചുമ്മാ പറഞ്ഞതാണ് എന്നുള്ള കാര്യമാണ്. പക്ഷെ കറക്റ്റ് 1 മാസത്തിനുള്ളിൽ തന്നെ നീയും ഞാനുമായിട്ടുള്ള വിവാഹം നടന്നു. ഇപ്പൊ സച്ചേട്ടന്റെ അടുത്ത് ആരെങ്കിലും ഈ കഥയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ദേവുവിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരട്ടെ എന്നുള്ള കാര്യം അവര് ചോദിച്ചു. നമ്മളൊരു മറുപടി പറഞ്ഞാൽ മാത്രമേ അവര് വൈകിട്ട് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരുള്ളൂ. അതിന് ഒരു മറുപടി പറ. ഞാനെന്ത് തീരുമാനം പറയാനാ? നീ ഓൾറെഡി തീരുമാനം എടുത്തില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് പരിഗണ കളിക്കുന്നതെന്ന്. പണം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചില്ലേ? ഞാനെങ്ങാനും നിങ്ങളടുത്ത് പണം ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ? അതിന് വേണ്ടിയിട്ട് എന്തായാലും സച്ചേട്ടന്റെ അടുത്ത് ഞാൻ പണമൊന്നും ചോദിക്കില്ല. സച്ചേട്ടൻ ഭയപ്പെടുന്നു വേണ്ട. നീ എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനൊരിക്കലും അതിന് വേണ്ടിയിട്ടൊന്നും ചോദിച്ചതല്ല, സാധാരണ പോലെ ചോദിച്ചേ ഉള്ളൂ. അമ്മ പറഞ്ഞതാണ്. ദേവുവിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്നാണോ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്?
അതൊക്കെ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം സച്ചേട്ടാ. ആദ്യം സച്ചേട്ടൻ്റെ ഒരു തീരുമാനം പറ. എന്തായാലും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആദ്യം അവര് ദേവുവിനെ വന്ന് കാണട്ടെ, എന്നതിന് ശേഷം ബാക്കി തീരുമാനിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറയട്ടെ. ഞാൻ പോവാ സച്ചേട്ടാ എന്ന് പറയുമ്പോ നോക്കിയൊക്കെ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണേ. അത് കഴിഞ്ഞ് സച്ചിൻ രേവതിയും വീട്ടിലിങ്ങനെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് ദേഷ്യത്തോടു കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. എന്താടാ നീ ഇന്ന് ഷോറൂമിൽ പോയില്ലേന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. കുറച്ചു നാളിനുള്ളിൽ തന്നെ ഷോറൂമിൽ തന്നെ കൂട്ടി പോകുന്നുള്ള കാര്യമാണ് തോന്നുന്നത്. ശ്രുതി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് പറ്റി സുധി, എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കും. രവിയാണെങ്കിൽ എന്തിനാടാ നീ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ വാ തുറന്നിട്ട് കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ എന്ന് ചന്ദ്രയും. ഈ മാസം ഞാൻ 50,000 രൂപ തരില്ല, എന്നെ കൊണ്ട് തരാൻ വേണ്ടി പറ്റില്ല അച്ഛ എന്നുള്ള കാര്യം ദേഷ്യത്തിൽ അങ്ങ് പറയാണ് കേട്ടോ സുധി. സുധിയുടെ ആ സംസാരം കേൾക്കുമ്പോ അച്ഛ ഇവന്റെ അടുത്ത് എന്തോ നമ്മൾ കടം ചോദിച്ചതുപോലെ വലിയ അധികാരത്തോടു കൂടി പറയുന്നു. ഇവനല്ലേ നമുക്ക് കടം തരാനുള്ളത്, ഇവൻ തരേണ്ട പണത്തെ കുറിച്ചല്ലേ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ സച്ചി, ഞാൻ നിന്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലുള്ളത്. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക്. നീ എന്താടാ പറഞ്ഞത്, എന്നോട് ദേഷ്യത്തിലാണെന്നോ? അതേടാന്ന് സുധി പറയുമ്പോ ശരി ശരി നീ ദേഷ്യപ്പെട്ടോ. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, എടാ സച്ചി നീ ഒന്നും ചുമ്മാതിരിക്കി, അവൻ എന്തോ ദേഷ്യത്തിലാണുള്ളത്. ഇവൻ എന്ത് ടെൻഷൻ ഉണ്ടാവാനാണ് അച്ഛ, പണം തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തോ ഡ്രാമ കളിക്കുകയാണ്. രേവതി സുധി എന്താണ് കാര്യം എന്നുള്ള കാര്യം പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ ഹസ്ബൻഡ് എന്തിനാണ് ചീത്ത വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സച്ചേട്ടാ ആദ്യം നിങ്ങളുടെ ഏട്ടൻ എന്താണ് പറയാനുള്ള കാര്യം എന്ന് കേൾക്കാം. അതിൽ ന്യായം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീത്ത വിളിച്ചോ, അത് ഓക്കെ ആണെന്ന് സച്ചി. തുടർന്ന് രവി ചോദിക്കുന്നുണ്ടേ, സുധി എന്താണ് നടന്നത്, എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എല്ലാം അച്ഛ ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ് അച്ഛ. ഇവൻ കാരണം ഇന്ന് എനിക്ക് 50,000 രൂപയാണ് നഷ്ടം വന്നത്. എന്താ സുധി 50,000 രൂപ നഷ്ടം വന്നോ? അതെ ശ്രുതി, അന്ന് ഒരു ബോഡി ഗാർഡിനെ നമ്മൾ ജോലിക്ക് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അവനെ ഇവൻ അടിച്ചില്ലേ? അവന്റെ ആളുകൾ എല്ലാരും കൂടി ചേർന്ന് വന്നിട്ട് നമ്മുടെ കടയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി. അവന് മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് പണം ചോദിച്ചിട്ട് എന്റെ അടുത്ത് അടിയുണ്ടാക്കി. അതിന് ശ്രുതി പണം കൊടുത്തോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ പണമൊന്നും കൊടുത്തിട്ടില്ല, ഷോറൂമിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോയി. അയ്യോ സാധനങ്ങൾ എടുത്തോണ്ട് പോയോന്ന് ചന്ദ്ര അമ്മയെന്ന് പറയാണേ. എടാ അവര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അടിച്ച് ഓടിക്കല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ സാധനം എന്തിനാണ് കൊടുത്തു വിട്ടേന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. ഓൾറെഡി നീ അടിച്ചതിന്റെ പേരിലാണ് അവര് വന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയത്. ശ്രുതി നീ എന്തിനാണ് എടുക്കാൻ വേണ്ടി അനുവദിച്ചത് എന്നുള്ള കാര്യം ശ്രുതി. പിന്നെ ഞാൻ എന്താ ശ്രുതി ചെയ്യേണ്ടത്? അവര് പോലീസിൽ പോകുമെന്നും കട മൊത്തത്തിൽ അടിച്ച് തകർക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്. എനിക്ക് വേറെ വഴി അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടു കളഞ്ഞു. 50,000 രൂപയുടെ സാധനങ്ങള് ഒറ്റ നിമിഷം കൊണ്ടാ പോയത്. എല്ലാം ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ്. ഇത് നല്ല കഥയാണല്ലോ. നീ ഒരുത്തനെ കൂട്ടിക്കൊണ്ടു വന്നു എന്നെ അടിക്കാൻ വേണ്ടിയിട്ട്, അവനെ ഞാൻ അടിച്ചു. ഇതില് എന്റെ തെറ്റ് എവിടെയാണ്? നീ അല്ലെങ്കിലും ഒരു ഇളിച്ച വായാണല്ലോ, അത് അവൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. രേവതി നീ കേട്ടില്ലേ നിന്റെ ഹസ്ബൻഡ് എന്ത് രീതിയിലാണ് സംസാരിക്കുന്നതെന്ന്? ശ്രുതി ഞാൻ ഓൾറെഡി സച്ചേട്ടന്റെ അടുത്ത് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏട്ടന്റെ പക്ഷത്ത് ന്യായം ഇല്ലെങ്കിൽ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്. അതല്ലേ സച്ചേട്ടൻ ചെയ്യുന്നത്? സച്ചേട്ടന്റെ മേലെ തെറ്റൊന്നുമില്ലല്ലോ. എന്താടി കളിയാക്കുവാണോ? ഇവൻ ആ ബോഡി ഗാർഡിനെ പോയി ഇടിച്ചിട്ടല്ലേ ഇവന്റെ 50,000 രൂപ പോയത്. അമ്മയും മോനും കൂടി ചേർന്നിട്ട് കളിക്കുന്നത് 50,000 രൂപ തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛ ഇതൊന്നും അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. ഞാൻ അവനെ അടിച്ചതൊന്നുമല്ല പ്രശ്നം. ഇപ്പോ 50,000 രൂപ മാസം തരാൻ വേണ്ടി പറ്റില്ല, അതിന് ചുമ്മാ കഥ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ സച്ചി അവൻ പറഞ്ഞല്ലോ 50,000 രൂപയുടെ സാധനങ്ങൾ കടയിൽ നിന്ന് പോയി എന്ന്. അതേ എന്നുള്ള മട്ടിൽ മൂളി കൊടുക്കുന്നുണ്ട് ചന്ദ്ര. അച്ഛ ഇവൻ ബോഡി ഗാർഡിനെ വെക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ വെക്കണം. ഞാൻ എന്താ വലിയ ബോക്സറോ മറ്റോ ആണോ? ഒരടി ഞാൻ അവനെ അടിച്ചപ്പോഴേക്കും അവൻ ചുരുണ്ട് വീണില്ലേ? വെറുതെ വലിയൊരു ശരീരം ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവൻ ഒരിക്കലും ധീരനല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മനസ്സ് വേണം. എടാ ചുമ്മാ നീ ഓരോ കഥ പറയണ്ട. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇന്ന് എനിക്ക് ലോസ് ആയത്. അതുകൊണ്ട് ഈ മാസം എനിക്ക് പണം തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള സ്ട്രോങ് നിലപാടിലാണ് കേട്ടോ സുധി. സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതിയും പറയുന്നുണ്ട്, ആന്റി സുധി പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്ന്. പക്ഷെ എന്ത് കാര്യമാണെന്നാണ് സച്ചി ചോദിക്കുന്നത്. അവൻ പണം തരണം എന്നുള്ള കാര്യം അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. എടാ അവൻ നഷ്ടമായി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ചന്ദ്രേ? ഇത് ആരംഭം മുതൽ അവനൊരു ശീലമാണ്. ഓരോ മാസം പണം തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നമ്പർ. അച്ഛൻ പറഞ്ഞത് കറക്റ്റ് ആണ്, ഇത് അവന്റെ നമ്പർ ആണെന്ന് സച്ചിയും പറയുമ്പോ സച്ചി സുധിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നുള്ള കാര്യം പറയാണേ. എന്ത് സിറ്റുവേഷൻ മനസ്സിലാക്കാനാണ് എന്നുള്ള കാര്യം അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. ആരംഭം മുതലേ സുധിക്ക് ഇതൊരു ശീലമായിട്ടുണ്ട്. പണം എടുക്കാനാണെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ എടുത്തോളും. പക്ഷെ തിരികെ തരുന്ന കാര്യം വരുന്ന സമയത്ത് അവൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അച്ഛൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്, ഇവൻ ശരിക്കും ഒരു ഫ്രോഡാണ്. സച്ചി വേണ്ട, സുധിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണോ എന്ന് ശ്രുതി പറയാണേ. എന്താണ് മനസ്സിലാക്കേണ്ടത്? മാസം മാസം ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറാന്നാണോ? അതൊന്നും പറ്റില്ല, അവൻ തരില്ല എന്നുള്ള കാര്യം പറയാനുണ്ട് ചന്ദ്ര. ചന്ദ്രയുടെ ആ വാക്ക് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എത്ര നാളാണ് അവൻ ഇങ്ങനെ തന്നെ നടക്കുന്നത്? അത് എന്റെ റിട്ടയർമെന്റ് പണമാണ്, എനിക്കൊന്നും തരേണ്ട കാര്യമില്ല. എന്നാൽ ശ്രീകാന്തിനും അതുപോലെ തന്നെ സച്ചിക്കും അതില് അവകാശമുണ്ട്. അവരുടെ പണവും അതിനകത്തുണ്ടല്ലോ. ആ പണം അവർ കൊടുത്തല്ലേ പറ്റുള്ളൂ. എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയുന്നത്? ഇപ്പോഴും അവൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല.
എന്തിനാണ് രവിയേട്ട ഒരു കടക്കാരന്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിൽ സുധീരുടെ അടുത്ത് സംസാരിക്കുന്നത്? നിങ്ങളുടെ പയ്യനല്ലേ, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചിയും നിന്റെ മകൻ തന്നെയാണ്, അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം തിരിച്ച് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ചന്ദ്രയുടെ വായ അടഞ്ഞു പോവാണേ. സുധിക്ക് വേണ്ടിയിട്ട് നീ ആലോചിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും സച്ചിക്ക് വേണ്ടിയിട്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഒരു മകന്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലാണോ എപ്പോഴെങ്കിലും സച്ചിയുടെ അടുത്ത് സംസാരിച്ചത്? തുടർന്ന് സുധി ചോദിക്കുന്നുണ്ടേ, അച്ഛൻ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? എല്ലാവരും കൂടി വന്നിട്ട് എന്റെ ഷോറൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. നിന്റെ ഷോറൂമിലേക്ക് ആളുകൾ വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ട് അറ്റങ്ങളൊക്കെ അടിച്ചു ഓടിക്കില്ലായിരുന്നോ? അല്ലെങ്കിലും നീ എങ്ങനെയാ അതൊക്കെ ചെയ്യാ? നീ ഭയങ്കര ഗൗരവം നോക്കുന്ന ആളല്ലേ. നിന്നെ പോലെ എനിക്ക് റൗഡിത്തരൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഐ എം വെരി ഡീസന്റ് ബിസിനസ് മാൻ എന്നൊക്കെ പറയാണ് കേട്ടോ സുധി. ബിസിനസ് ആകുന്ന സമയത്ത് ഇതുപോലത്തെ ആൾക്കാരൊക്കെ സഹജമായിട്ട് വരും. അതെല്ലാം തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നവരാണ് ശരിക്കുള്ള ഒരു ബിസിനസ് മാൻ എന്ന് രവി പറയുമ്പോൾ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്കിൾ അതിനെ അനുവദിക്കില്ലായിരുന്നു. നീ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പാവം, അവൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സുധിയെ നല്ല രീതിയിലാണ് വളർത്തിയത്, നിങ്ങളുടെ അമ്മയാണ് ഇവനെ റൗഡിയെ പോലെ വളർത്തിയെന്ന് ചന്ദ്ര പറയുമ്പോ, ഇത് നോക്ക്, എന്റെ അമ്മയെ കുറിച്ചിട്ട് പറഞ്ഞാലുണ്ടല്ലോ നീ ചുമ്മാ വാങ്ങി കെട്ടിക്കേണ്ടി വരും. എന്റെ അമ്മ സച്ചിയെ ധൈര്യശാലിയായിട്ടാണ് വളർത്തിയിരിക്കുന്നത്, നീയാണ് സുധിയെ ഭയന്ന ആളായിട്ട് വളർത്തിയിരിക്കുന്നത്. ഇതൊന്നും അവന്റെ ഭയം കൊണ്ടല്ല, അവൻ കവളിപ്പിക്കുകയാണ് കാശ് തരാതിരിക്കാൻ വേണ്ടിയിട്ട്. തുടർന്ന് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഇപ്പൊ നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞല്ലോ ഈ മാസം എന്തായാലും പണം വേണ്ട, അടുത്ത മാസം തരട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത മാസം ഇതുപോലെ രേവതി എന്തെങ്കിലും ഒരു റീസൺ അവൻ ഉണ്ടാക്കും. ഇത് കേട്ട ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അടുത്ത മാസം ഞാൻ എന്തായാലും പണം തരാം, അതിന് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ നിൽക്കുവാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, നിനക്ക് ഇവനേക്കാളും രോക്ഷം കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് സച്ചി പറയാണ്. എന്തായാലും ഈ മാസം വേണ്ട, ഈ മാസത്തെ കാര്യം വിട്ടേക്കെന്ന് പറയാനുണ്ടോ സച്ചി. തുടർന്ന് രവി പറയുന്നുണ്ട്, എല്ലാ തവണയും ഇതുപോലെ ഓരോരോ കാരണങ്ങൾ പറയണ്ട, അടുത്ത മാസം 1 ലക്ഷം രൂപ കൊടുക്കണം. ഇത് കേട്ട ഉടനെ സുധിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. എന്റെ അവസ്ഥ മാത്രം ഈ വീട്ടിൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഓടി പോകുന്നുണ്ട്. സുധിന്ന് വിളിച്ചുകൊണ്ട് പുറകെ ശ്രുതിയും, കേട്ടില്ലേ ഇപ്പോഴും അവൻ കാശ് തരുന്നല്ല പറയുന്നത്, ശരി വിട്ടേക്കെടാ, അവനെന്തായാലും തന്നോളൂ. ചന്ദ്രയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ.